ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ ആഫ്രിക്കൻ ടീം ടുണീഷ്യയെ തകർത്ത് ഉജ്ജ്വല വിജയം പിടിച്ച് യൂറോപ്യൻ കരുത്തരായ സ്വീഡൻ. 1-5 ഗോളുകൾക്കാണ് സ്വീഡന്റെ ആധികാരിക ജയം. യാസിൻ അയാരി സ്വീഡനായി ഇരട്ട ഗോളുകൾ നേടി. അലക്സാണ്ടർ ഇസാക്, വിക്ടർ ഗ്യോക്കരേസ്, മത്യാസ് സ്വാൻബർഗ് എന്നിവരാണ് സ്വീഡനായി വല ചലിപ്പിച്ച മറ്റുള്ളവർ. ടുണീഷ്യയുടെ ആശ്വാസ ഗോൾ ഒമർ റെക്കിക്കിന്റെ വകയാണ്. മത്സരത്തിൽ പന്ത് കൈവശം വെച്ച് കളിച്ചത് ടുണീഷ്യയാണെങ്കിൽ ഗോൾ അടിച്ചത് മുഴുവൻ സ്വീഡനായിരുന്നു. ജയത്തോടെ ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ 3 പോയിന്റുകളുമായി 1-ാം സ്ഥാനത്തേക്ക് കയറി. 7-ാം മിനിറ്റിൽ തന്നെ സ്വീഡൻ ആദ്യ ഗോൾ നേടി. ലോങ് റേഞ്ചർ ഷോട്ടിലൂടെ മിഡ്ഫീൽഡർ യാസിൻ അയാരിയാണ് ടീമിന് ലീഡ് സമ്മാനിച്ചത്. വിക്ടർ ഗ്യോക്കരേസിന്റെ ഷോട്ട് ടുണീഷ്യ പ്രതിരോധ താരം ഗോൾ ലൈനിൽ വെച്ച് തടഞ്ഞു. എന്നാൽ റീബൗണ്ടായി വന്ന പന്ത് ബോക്സിന് പുറത്തു വെച്ച് യാസിൻ അയാരി നീട്ടിയടിക്കുകയായിരുന്നു. പന്ത് നേരെ പോയി പതിച്ചത് ബോക്സിന്റെ ടോപ്പ് കോർണറിൽ. ആദ്യ ഗോൾ നേടിയിട്ടും പക്ഷേ അയാരി വലിയ ആഹ്ലാദ പ്രകടനത്തിനൊന്നും നിന്നില്ല. കാരണം അയാളുടെ പിതാവിന്റെ നാട് ടുണീഷ്യയാണ്. 90 മിനിറ്റ് കഴിഞ്ഞ് കളി ഇഞ്ചുറി സമയത്തേക്ക് നീണ്ടു. അധിക സമയത്തിന്റെ 6-ാം മിനിറ്റിൽ സ്വീഡൻ 5-ാം ഗോളും വലയിലാക്കി. ആദ്യ ഗോൾ സമ്മാനിച്ച അയാരിയാണ് തന്റെ 2-ാം ഗോളിലൂടെ പട്ടികയും മത്സരവും പൂർത്തിയാക്കിയത്.